നമസ്കാരം, ക്രാഫ്റ്റ് കമ്പനി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. കുറേ നാളായല്ലേ നമ്മൾ കണ്ടിട്ട്. ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് പിസ്തയുടെ തോടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു പിസ്തയുടെ തോട് കൊണ്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ പിസ്തയുടെ തോട് വേണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലൊരു ക്ലോക്കിൻ്റെ ഗ്ലാസ് ആണ് ഉള്ളത്. ഒരു പഴയ ക്ലോക്കിൽ നിന്ന് ഞാൻ അഴിച്ചെടുത്ത ഗ്ലാസ് ആണ്. അപ്പോൾ ഇതിന് മൊത്തം മണ്ണൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ഗ്ലാസ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ഗ്ലാസ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്തായാലും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തെർമോക്കോളിൻ്റെ ഷീറ്റ് ഉണ്ടാവില്ലേ, നമ്മളെ വീട്ടിലെന്തെങ്കിലും സാധനം വാങ്ങിച്ചപ്പോൾ ഉണ്ടായതായാലും മതി. ഇതുപോലെ ഞാൻ 2 ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു ഗ്ലാസിൻ്റെ അളവിനനുസരിച്ച് അതിലൊരു വട്ടം വരക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഗ്ലാസ് ഇല്ല, നിങ്ങൾ ഗ്ലാസ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് ഒരു വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒരു വട്ടം വരച്ചാൽ മതി ആ ഒരു തെർമോക്കോളിൻ്റെ മുകളിൽ. ഇപ്പോൾ 2 ഇതുപോലുള്ള ഒരേ സൈസിലുള്ള സാധനം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മുകളിൽ വെച്ചാൽ ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക, കാരണം അതുപോലെ ആയിട്ട് എടുക്കണം. ഇനി അതിൽ ഒന്നെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് വീണ്ടും ഒരു കുഞ്ഞു വട്ടം കൂടി വരച്ചെടുക്കുന്നുണ്ട്. ആ ഒരു വട്ടം ഇതുപോലെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ മൂർച്ചയിലെ ബ്ലേഡ് ആണെങ്കിൽ നല്ല വൃത്തിയിൽ ഇതുപോലെ കട്ടായിട്ട് കിട്ടും. ഇപ്പോൾ ഈ ഒരു വട്ടം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള 2 എണ്ണത്തിൽ ഒന്നിൻ്റെ മുകളിൽ ഇതുപോലെ പശ തേച്ചതിന് ശേഷം നമ്മളിപ്പോൾ കട്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വട്ടം കൂടി ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കും. അതൊന്ന് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. അതിന് മുമ്പ് ഞാൻ ഇതുപോലൊരു സ്ട്രിപ്പ് LED എടുക്കുന്നുണ്ട്. വാമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ LED എടുത്താൽ വളരെ നല്ലത്, കാരണം എന്നാൽ ആ ഒരു ലുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കിൽ പ്രത്യേകിച്ച് പശയൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റിക്കർ ഉണ്ട്, ആ ഒരു സ്റ്റിക്കർ അടർത്തിയാൽ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഈ ഒരു തെർമോക്കോളിൻ്റെ ഇവിടെ ഒരു ക്രോസ് ആയിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെ കാണാനും പാടില്ല, എന്നാലും നമ്മുടെ ഈ ഒരു ലൈറ്റിൻ്റെ വയറൊക്കെ പുറത്തേക്ക് ഇടാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹോൾസ് അതിൻ്റെ സൈഡിലോട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഈ ഒരു LED ബാക്കിലുള്ള ആ ഒരു സ്റ്റിക്കർ അടർത്തിയതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നതാ. ഞാനിപ്പോൾ അത് ഒരു സാധനം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം, അതിൻ്റെ മുകളിൽ ഓവർലാപ്പ് ആയിട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം വരുന്നുള്ളത്, നമ്മുടെ പിസ്തയുടെ തോട്. ഈ ഒരു സാധനം ഇതിൻ്റെ മുകളിൽ ഈ കാണുന്നത് പോലെ ഇങ്ങനെ വെച്ചാൽ മതി. ഒരു പ്രത്യേകിച്ച് ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഓരോന്നും വെച്ചതിന് ശേഷം ഇതുപോലെ സാധാരണ നമ്മുടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അതൊന്നും ഒട്ടിച്ചു കൊടുക്കുക. ഓരോരു പിസ്തയുടെ തോടും ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഉണങ്ങട്ടെ. നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു സാധനം വെക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങുന്ന സമയത്ത് തന്നെ കണ്ടോ, നല്ലൊരു ഫിനിഷിങ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു തെർമോക്കോളിൻ്റെ മുകളിൽ വീണ്ടും ആ ഒരു പശ തേച്ചതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് അരച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ആ ഗ്ലാസ് വെച്ചതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഗ്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിർത്തിക്കോ. ഗ്ലാസ് ഉണ്ടെങ്കിൽ ഈ കാണുന്നത് പോലുള്ള ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലാസ് വെക്കുന്നുള്ളത്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ കാണാൻ ഒരു ഭംഗിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലൊരു ഇൻസുലേഷൻ ടാപ്പ് എടുത്തതിന് ശേഷം അതൊന്ന് ചുറ്റി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയകൾ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേപ്പറോ പ്രസൻറ്റേഷൻ പേപ്പറോ പോലുള്ള സാധനങ്ങൾ വെച്ച് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലൊരു ഫീമെയിൽ പോർട്രേറ്റ് എടുക്കുന്നു. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ വെച്ചിട്ടുള്ള ആ ഒരു LED ഉണ്ടല്ലോ, അതൊന്ന് കണക്ട് ചെയ്യണം നമ്മുടെ അഡാപ്റ്ററുമായിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് ആ ഒരു കറുപ്പും അതേപോലെ തന്നെ ചുവപ്പുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഈ ഒരു തെർമോക്കോളിൻ്റെ ബാക്കിൽ ചെറുതായിട്ടൊരു ചാല് പോലെ ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വയർ അതിൻ്റെ അകത്ത് നല്ല ഫിറ്റായിട്ട് നിൽക്കാനാണ്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു വയറില്ല കാര്യം പോലും പുറത്ത് കാണുന്നില്ല. ഇനി ഇതുപോലൊരു അഡാപ്റ്റർ എടുക്കുന്നു. ആ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്താൽ കണ്ടോ, റൂമൊക്കെ വേറെ ലെവലാവും ഗൈസ്. രാത്രി ഇരുട്ടത്തൊക്കെ അടിപൊളിയായിട്ട് ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാതെ എല്ലാവർക്കും ഗുഡ് ബൈ.